നമസ്കാരം. മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇൻപുട്ട് ഡിവൈസസ് അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഡിവൈസസ് ഇതിനെ പറ്റിയൊക്കെ നമ്മൾ CPU അതിനെ പറ്റിയൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെമ്മറി യൂണിറ്റിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. മെമ്മറി യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മെമ്മറി എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം എന്തിനു വേണ്ടിയിട്ടാണ് മെമ്മറി യൂസ് ചെയ്യുന്നത്. ഡേറ്റാസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മെമ്മറി യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ സ്റ്റോറേജ് ഓഫ് ഡേറ്റ സ്റ്റോറേജുമാതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് മെമ്മറി യൂണിറ്റ്. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി എന്ന് പറയുന്നത് മെയിനായിട്ടും 2 ടൈപ്പ് മെമ്മറിയാണുള്ളത്. പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറിയും. അപ്പോൾ കമ്പ്യൂട്ടറിൽ ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന മെമ്മറിയെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രൈമറി മെമ്മറി ആൻഡ് സെക്കൻഡറി മെമ്മറി. പ്രൈമറി മെമ്മറിയെ നമ്മൾ മെയിൻ മെമ്മറി എന്നും പറയും. പ്രൈമറി മെമ്മറി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മെയിൻ മെമ്മറി. അപ്പോൾ ഈ പ്രൈമറി മെമ്മറിയെ തന്നെ വീണ്ടും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് റാം ആൻഡ് റോം. അപ്പോൾ പ്രൈമറി മെമ്മറിയെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു, റാം എന്നും റോം എന്നും. റാം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറിയാണ് റാം. റോം എന്ന് പറഞ്ഞാൽ റീഡ് ഒൺലി മെമ്മറിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താ, മെമ്മറിയെ 2ആയി തരംതിരിച്ചിട്ടുണ്ട്. പ്രൈമറി മെമ്മറി അല്ലെങ്കിൽ മെയിൻ മെമ്മറിയും സെക്കൻഡറി മെമ്മറി അല്ലെങ്കിൽ എക്സ്റ്റേണൽ മെമ്മറി എന്നും അറിയപ്പെടും. ഇനി ഫസ്റ്റ് വണ്ണാണ് പ്രൈമറി മെമ്മറി. പ്രൈമറി മെമ്മറിയെ വീണ്ടും 2ആയി തരംതിരിച്ചിരിക്കുന്നു, റാം എന്നും റോം എന്നും. റാം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി, റോം എന്ന് പറഞ്ഞാൽ റീഡ് ഒൺലി മെമ്മറി. ആ പേരിൽ തന്നെയുണ്ട് റീഡ് ഒൺലി മെമ്മറി. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. റാം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി. ഇതൊരു ടെമ്പററി മെമ്മറിയാണ്, താൽക്കാലികമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെമ്മറിയാണ്. ഇപ്പോൾ നമുക്ക് ചോദിക്കാം, കമ്പ്യൂട്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റൺ ചെയ്യുന്ന മെമ്മറി ഏതാണെന്ന് ചോദിച്ചാൽ റാം അല്ലെങ്കിൽ റാൻഡം ആക്സസ് മെമ്മറിയാണ്. ഈ റാം മെമ്മറി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിൽ റൺ ചെയ്യാൻ പോസിബിൾ അല്ല. അപ്പോൾ നോക്കി, ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഞാൻ ഇതിൽ കുറച്ച് ഡേറ്റാസ് ടൈപ്പ് ചെയ്യുകയാണ്. അപ്പം ഞാൻ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് താൽക്കാലികമായിട്ട് ഒരു മെമ്മറിയിൽ സ്റ്റോർ ആകും. ആ മെമ്മറിയാണ് നമ്മുടെ റാം അല്ലെങ്കിൽ റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ സിസ്റ്റം എങ്ങനെയെങ്കിലും ഓഫ് ആവുകയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ പവർ ഫെയിലിയർ ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കറണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ സിസ്റ്റം UPS ഒന്നും ഇല്ലാത്ത സിസ്റ്റം ആണെങ്കിൽ സിസ്റ്റം എന്ത് ചെയ്യും, ഓഫായി പോകും. അപ്പോൾ അങ്ങനെ ഓഫായി പോകുന്ന സമയത്ത് നമ്മുടെ റാം മെമ്മറിയിലുള്ള ഡേറ്റാസ് നമുക്ക് നഷ്ടമാകും. അപ്പം നിങ്ങൾ തന്നെ ചെയ്തിട്ടുള്ളവർക്ക് അറിയാം, നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, പെട്ടെന്ന് സിസ്റ്റം ഓഫായി കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ഓൺ ആക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ചെയ്ത ഡേറ്റാസ് നമ്മൾ സേവ് ചെയ്തിട്ടില്ല എങ്കിൽ അതവിടെ കാണില്ല. സേവ് ചെയ്ത ഡേറ്റാസ് നമുക്ക് പിന്നീട് ഓപ്പൺ ചെയ്തെടുക്കാം, പക്ഷെ നമ്മൾ സേവ് ചെയ്തിട്ടില്ല, സിസ്റ്റം ഓഫ് ആവുകയും ചെയ്തു. അതിനുശേഷം നമ്മൾ പിന്നെ കറണ്ട് വന്നതിന് ശേഷം ഓൺ ആക്കി കഴിയുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന വർക്ക് അവിടെ കാണത്തില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ, നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് താൽക്കാലികമായിട്ട് ഒരു മെമ്മറിയിൽ സേവ് ചെയ്യും. ആ മെമ്മറിയാണ് റാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പവർ പോയി കഴിഞ്ഞാൽ ആ മെമ്മറിയിലുള്ള ഡേറ്റാസ് നഷ്ടമാകും. അതുകൊണ്ടാണ് റാം മെമ്മറിയെ വോളട്ടൈൽ മെമ്മറി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? ലോസ് ഡേറ്റ വെൻ പവർ പോയി കഴിഞ്ഞാൽ അതിനകത്തുള്ള ഡേറ്റാസ് നഷ്ടമാകും. അതുകൊണ്ട് റാമിനെ വോളട്ടൈൽ മെമ്മറി എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ക്യാഷ് മെമ്മറി എന്ന് പറയുന്നതും ഒരു തരത്തിൽ ഒരു വോളട്ടൈൽ മെമ്മറിയാണ്. ഇനി ക്യാഷ് മെമ്മറി എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഹൈ സ്പീഡ് മെമ്മറിയാണ് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. ക്യാഷിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് പഠിക്കാം. അപ്പോൾ അറിഞ്ഞിരുന്നാൽ മതി, ക്യാഷ് മെമ്മറിയും ഒരു തരത്തിലൊരു വോളട്ടൈൽ മെമ്മറിയാണ്. ഇനി നോക്കിയ അടുത്തത് റോം ആണ്. റോം എന്ന് പറഞ്ഞാൽ റീഡ് ഒൺലി മെമ്മറിയാണ്. ഇതിനകത്തുള്ള ഡേറ്റാസിനെ നമുക്ക് റീഡ് ഒൺലി, ആ പേരിൽ തന്നെയുണ്ട്, എന്താണ്, റീഡ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ, നമുക്ക് ചേഞ്ച് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ നോക്കി, വി കനോട്ട് ചേഞ്ച് ഡേറ്റ സ്റ്റോർഡ് ഇൻ റോം. റോമിനകത്തുള്ള ഡേറ്റാസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇതെന്താണ്, നോൺ വോളട്ടൈലാണ്. ഇതിനകത്തുള്ള ഡേറ്റാസ് നഷ്ടമാകത്തില്ല. ഇപ്പോൾ പവർ പോയി കഴിഞ്ഞാലും റോമിനകത്തുള്ള ഡേറ്റാസ് അതുപോലെ തന്നെ കാണും. ഇപ്പം നോക്കിയേ, ഇപ്പം ഒരു ചിപ്പ്
അത് നിർമ്മിക്കുന്ന സമയത്ത് തന്നെ പ്രോഗ്രാം ചെയ്തിരിക്കുന്ന ടൈപ്പ് മെമ്മറിയാണ് റോം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രോഗ്രാംസ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയായിരിക്കും? റോം മെമ്മറിയിലായിരിക്കും. അതിലെ ഡേറ്റാസ് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള മെമ്മറിയാണ് റോം അല്ലെങ്കിൽ റീഡ് ഒൺലി മെമ്മറി എന്ന് പറയുന്നത്. അപ്പം റാം എന്ന് പറഞ്ഞാൽ ഓർക്കണം, വോളട്ടൈലാണ്. പവർ പോയാൽ അതിനകത്തുള്ള ഡേറ്റാസ് നഷ്ടമാകും. അതൊരു ടെമ്പററി മെമ്മറിയാണ്. റോം എന്ന് പറഞ്ഞാൽ നോൺ വോളട്ടൈലാണ്. പവർ പോയാലും അതിനകത്തുള്ള ഡേറ്റാസ് നഷ്ടമാവില്ല, നമുക്ക് ചേഞ്ച് ചെയ്യാനും പറ്റില്ല. ഇനി ഈ റോം എന്ന് പറയുന്ന മെമ്മറി തന്നെ 3 ടൈപ്പ് ഉണ്ട്. പി റോം, ഇ പി റോം, ഇ ഇ പി റോം. പി റോം എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമബിൾ. റോം നമുക്കറിയാമല്ലോ, റീഡ് ഒൺലി മെമ്മറി. അപ്പോൾ പി റോം എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. ഇ പി റോം എന്ന് പറഞ്ഞാൽ ഈ എന്താണ്? ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. പിന്നെ ഉള്ളത് ഇ പി റോം ആണ്. ഇ പി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. ഇനി നമുക്ക് പി റോം എന്താണെന്ന് നോക്കാം. പി റോം എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. ഇതെന്ത് ചെയ്യാൻ പറ്റത്തില്ല? കനോട്ട് ചേഞ്ച്. നമുക്ക് ചേഞ്ച് ചെയ്യാനേ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇതിനകത്തുള്ള ഡേറ്റാസ് ഇറേസ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. അങ്ങനെയുള്ള മെമ്മറിയാണ് പി റോം അല്ലെങ്കിൽ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഇ പി റോം എന്ന് പറഞ്ഞാൽ ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. അതെന്ത് ചെയ്യാം? നമുക്ക് ഇറേസബിൾ ആണ്, ഇറേസ് ചെയ്യാം. ഇനി എന്ത് യൂസ് ചെയ്തിട്ടാണ് ഇറേസ് ചെയ്യുന്നത്? യു വി ലൈറ്റ് യൂസ് ചെയ്തിട്ടാണ് ഇറേസ് ചെയ്യുന്നത്. അപ്പോൾ ഇ പി റോമിനകത്തുള്ള ഡേറ്റാസിനെ നമുക്ക് യു വി ലൈറ്റ് യൂസ് ചെയ്തിട്ട് ഇറേസ് ചെയ്യുകയോ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്യാം. ഇനി നോക്കി അടുത്തത് ഇ പി റോം ആണ്. ഇ പി റോം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കലി ഇറേസബിൾ എന്നാണ്. ആ പേര് തന്നെ ഉണ്ട്. എന്ത് വെച്ചിട്ടാണ്? ഇലക്ട്രോൺ എമിഷൻസ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സിഗ്നൽസ് യൂസ് ചെയ്തിട്ട് ഈ ഇ പി റോമിലുള്ള ഡേറ്റാസിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യുകയോ ഇറേസ് ചെയ്യുകയോ ചെയ്യാം. ഇതാണ് 3 ടൈപ്പ് റോം: പി റോം, ഇ പി റോം, ഇ പി റോം. പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി ഇറേസ് ചെയ്യാൻ പറ്റില്ല. ഇ പി റോം ഇറേസ് ചെയ്യാം. എന്ത് യൂസ് ചെയ്തു? യു വി ലൈറ്റ് യൂസ് ചെയ്ത് ഇറേസ് ചെയ്യാം. ഇ പി റോം ആണെങ്കിൽ ഇലക്ട്രിക്കലി ഇറേസബിൾ ആണ്. അതെന്താണ്? ഇലക്ട്രിക്കൽ സിഗ്നൽസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇറേസ് ചെയ്യാം. ഇനി നോക്കിയേ, രണ്ടാമത്തെ മെമ്മറി. നമ്മളിപ്പോൾ പ്രൈമറി മെമ്മറിയാണ് പറഞ്ഞത്. അതിൻ്റെ 2 ടൈപ്പാണ് പറഞ്ഞത്. ഏതൊക്കെയാണ്? റോമും റാമും. ഇനി നോക്കിയേ, സെക്കൻഡറി മെമ്മറി. ഇതിനെ അറിയപ്പെടുന്ന പേരാണ് എക്സ്റ്റേണൽ മെമ്മറി എന്നാണ് അറിയപ്പെടുന്നത്. അതായത് എക്സ്റ്റേണലി നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്ന മെമ്മറിയാണ് സെക്കൻഡറി മെമ്മറി. ഇപ്പോൾ നമ്മുടെ പെൻഡ്രൈവ്, CD, DVD അങ്ങനെയൊക്കെയുള്ള ഹാർഡ് ഡിസ്ക്, ഇതൊക്കെ എന്താണ്? എക്സ്റ്റേണൽ മെമ്മറിയാണ്. നമ്മുടെ കമ്പ്യൂട്ടറിനുള്ള ആ ഒരു സ്റ്റോറേജ് പോരാ, നമുക്ക് കുറച്ച് ഡേറ്റാസ് അധികം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്റ്റേണലായിട്ട് പുറത്ത് നിന്നുള്ള മെമ്മറി യൂസ് ചെയ്യാം. അങ്ങനെയുള്ള മെമ്മറിയാണ് സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് മാഗ്നറ്റിക് ടേപ്പ്, മാഗ്നറ്റിക് ഡിസ്ക്, ഹാർഡ് ഡിസ്ക്, ഫ്ലോപ്പി ഡിസ്ക്, ഒപ്റ്റിക്കൽ ഡിസ്ക് ഒക്കെ എക്സാമ്പിളാണ്. എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡേറ്റ പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏതാണ് സെക്കൻഡറി മെമ്മറി യൂസ് ചെയ്യുന്നത്. നമ്മൾ സെക്കൻഡറി മെമ്മറിക്ക് എക്സാമ്പിൾ പറഞ്ഞു. മാഗ്നറ്റിക് ഡിസ്ക്, മാഗ്നറ്റിക് ടേപ്പ്, ഹാർഡ് ഡിസ്ക്, അതുപോലെ തന്നെ ഫ്ലോപ്പി ഡിസ്ക് എന്നൊക്കെ പറഞ്ഞു. ഇതിൽ നമുക്ക് മാഗ്നറ്റിക് ഡിസ്ക് എന്താണെന്ന് നോക്കാം. മാഗ്നറ്റിക് ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ഹാർഡ് ഡിസ്ക് ആണ്. നമ്മുടെ CPU-നകത്ത് യൂസ് ചെയ്യുന്ന ഒരു ഹാർഡ് ഡിസ്കിനെ ആണ് നമ്മൾ മാഗ്നറ്റിക് ഡിസ്ക് എന്ന് പറയുന്നത്. ഇതിനെ പല ട്രാക്കും അതുപോലെ തന്നെ സെക്ടേഴ്സ് ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ഹാർഡ് ഡിസ്കിൻ്റെ സ്പീഡ് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ റെവല്യൂഷൻസ് പെർ മിനിറ്റിലാണ്. RPM എന്ന് പറഞ്ഞാൽ റെവല്യൂഷൻസ് പെർ മിനിറ്റിലാണ് ഹാർഡ് ഡിസ്കിൻ്റെ സ്പീഡ് മെഷർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ഹാർഡ് ഡിസ്കിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി മെഷർ ചെയ്യുന്നത് മെഗാബൈറ്റ്സ് അല്ലെങ്കിൽ ജിഗാബൈറ്റ്സ് ആണ്. സ്പീഡ് മെഷർ ചെയ്യുന്നത് റെവല്യൂഷൻസ് പെർ മിനിറ്റിലും സ്റ്റോറേജ് കപ്പാസിറ്റി ആണെങ്കിൽ മെഗാബൈറ്റ്സ് അല്ലെങ്കിൽ ജിഗാബൈറ്റ്സിലാണ്. ഇനി ഫ്ലോപ്പി ഡിസ്ക് കണ്ടുപിടിച്ച ആരാണെന്ന് ചോദിച്ചാൽ അത് ഒത്തിരി തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അലൻ ഷുഗാർട്ടാണ് ഫ്ലോപ്പി ഡിസ്ക് കണ്ടുപിടിച്ചത്. ഇനി ഒരു ഫ്ലോപ്പി ഡിസ്കിൻ്റെ സൈസ് എത്രയാണെന്ന് ചോദിച്ചാൽ 3.5 ഇഞ്ചാണ് ഫ്ലോപ്പി ഡിസ്കിൻ്റെ സൈസ്. ഫ്ലോപ്പി ഡിസ്ക് എന്ന് പറയുന്നത് എവിടെയാണ്? നമ്മൾ ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവ് ഉണ്ട് നമ്മുടെ സിസ്റ്റത്തിൽ, CPU-യിൽ അല്ലെങ്കിൽ സിസ്റ്റം യൂണിറ്റിൽ ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവിലാണ് നമ്മൾ ഫ്ലോപ്പി ഡിസ്ക് ഇൻസേർട്ട് ചെയ്യുന്നത്.
ഇനി രണ്ടാമത്തെ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ആണ് മാഗ്നറ്റിക് ടേപ്പ്. മാഗ്നറ്റിക് ടേപ്പ് ഈസ് യൂസ്ഡ് ഫോർ റെക്കോർഡിംഗ് ഡേറ്റാസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സീക്വൻഷ്യൽ ആക്സസ് സ്റ്റോറേജ് ഡിവൈസ് ആണ് SASD. അതായത് സീക്വൻഷ്യലി ആണ് ഡേറ്റാസ് എന്ത് ചെയ്യുന്നത്, ആക്സസ് ചെയ്യുന്നത്. അപ്പം മാഗ്നറ്റിക് ടേപ്പ് എന്ന് പറയുന്നത് ഒരു സീക്വൻഷ്യൽ ആക്സസ് സ്റ്റോറേജ് ഡിവൈസ് ആണ്. ഇനി ഒപ്റ്റിക്കൽ ഡിസ്ക് എന്താണെന്ന് നോക്കാം. ഒപ്റ്റിക്കൽ ഡിസ്ക് നമ്മുടെ CD, DVD, ബ്ലൂറേ ഡിസ്ക് ഒക്കെയാണ് ഒപ്റ്റിക്കൽ ഡിസ്ക്. അതായത് ഡേറ്റ ഓൺ ഒപ്റ്റിക്കൽ ഡിസ്ക് ഈ സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് ലൈറ്റ് ആൻഡ് ഡാർക്ക് ബിറ്റ്സ്. അപ്പം ലൈറ്റും ഡാർക്കുമായിട്ടുള്ള, അതായത് ലൈറ്റും ഡാർക്കും, ബ്ലാക്കും അതുപോലെ തന്നെ ലൈറ്റുമായിട്ടുള്ള പിറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് ഡേറ്റാസ് സ്റ്റോർ ചെയ്യുന്നത്. ഏതാണ്, ഒപ്റ്റിക്കൽ ഡിസ്കിൽ. അപ്പം ഈ ഒപ്റ്റിക്കൽ ഡിസ്കിന് എക്സാമ്പിളാണ് CD, DVD, ബ്ലൂറേ ഡിസ്ക് ഒക്കെയാണ് ഒപ്റ്റിക്കൽ ഡിസ്കിന് എക്സാമ്പിളായിട്ട് വരുന്നത്. ഇനി CD ഫുൾ ഫോം എന്താണ്, കോമ്പാക്റ്റ് ഡിസ്ക് എന്നാണ് CD ഫുൾ ഫോം. DVD ആണെങ്കിൽ ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക് എന്നാണ് ഫുൾ ഫോം. ഈ ഫുൾ ഫോംസ് എല്ലാം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇനി ഒരു CD കപ്പാസിറ്റി എന്ന് പറയുന്നത്, സ്റ്റോറേജ് കപ്പാസിറ്റി CD ആണെങ്കിൽ 650 മുതൽ 750 MB വരെയാണ്. അതുപോലെ തന്നെ ഒരു DVD സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 4.7 GB ആണ്. ഈ ഒരു CD ഡയമീറ്റർ എത്രയാണെന്ന് ചോദിച്ചാൽ 12 cm ആണ് ഒരു CD ഡയമീറ്റർ. ഇനി ബ്ലൂറേ ഡിസ്ക് എന്നതിൻ്റെ പ്രത്യേകത എന്താണ്, ഒരു ഹൈ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ഡിസ്ക് ആണ് ബ്ലൂറേ ഡിസ്ക് എന്ന് പറയുന്നത്. പിന്നെ CD യൂസ് ചെയ്തിരിക്കുന്ന ടെക്നോളജി ഏതാണെന്ന് ചോദിച്ചാൽ ലേസർ ടെക്നോളജിയാണ് കോമ്പാക്റ്റ് ഡിസ്ക് ആയിട്ടുള്ള CD യൂസ് ചെയ്തിട്ടുള്ള ടെക്നോളജി. ലേസറിന്റെ ഫുൾ ഫോം എന്താണ്, ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ എന്നാണ് ലേസറിന്റെ ഫുൾ ഫോം. CD കോമ്പാക്റ്റ് ഡിസ്ക്, DVD എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക്, ലേസർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ എന്നാണ് ലേസറിന്റെ ഫുൾ ഫോം. ലേസർ ടെക്നോളജി യൂസ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്, CD യൂസ് ചെയ്തിരിക്കുന്നത്. CD ഡയമീറ്റർ എന്ന് പറയുന്നത് 12 cm ആണ്. DVD സ്റ്റോറേജ് കപ്പാസിറ്റി 4.7 GB CD ആണെങ്കിൽ 650 മുതൽ 750 MB വരെയാണ്. ഇനി ഫ്ലാഷ് മെമ്മറി എന്ന് നോക്കാം. ഏതൊക്കെയാണ്, USB ഫ്ലാഷ് ഡ്രൈവ് ഉണ്ട്, മെമ്മറി കാർഡുണ്ട്. ഇതൊക്കെ എവിടെയാണ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ മൊബൈൽ ഫോണിലും ഡിജിറ്റൽ ക്യാമറയിലും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു മെമ്മറിയാണ് ഇത് ഫ്ലാഷ് മെമ്മറി എന്ന് പറയുന്നത്. ഇനി ഇതാണ് നമ്മുടെ ക്യാഷ് മെമ്മറി. അതുപോലെ തന്നെ ഒരു ഡയഗ്രമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എന്താണ് ഇത്, നമ്മുടെ CPU. നമുക്കറിയാമല്ലോ നമ്മുടെ CPU ആണിത്. അപ്പോൾ ഈ CPUവിൽ നമ്മുടെ എന്താണ് ഒരു പാർട്ട്, അതിനകത്ത് വരുന്ന ഒരു പാർട്ടാണ് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. ഇതെന്താണ്, നമ്മുടെ പ്രൈമറി മെമ്മറിയാണ്. ഇപ്പോൾ CPUവിന് ഒരു പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഡേറ്റാസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ CPU ഡയറക്റ്റ് ആദ്യമേ എവിടെ പോയി നോക്കും, ക്യാഷ് മെമ്മറിയിൽ നോക്കും. അതായത് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡേറ്റാസ് ആണ് ഈ ക്യാഷ് മെമ്മറിയിൽ ഉണ്ടാവുക. ഇതൊരു സ്മോളസ്റ്റും ഹൈ സ്പീഡ് മെമ്മറിയാണ് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ CPUവിന് പ്രോസസ്സിങ്ങിന് ആവശ്യമായിട്ടുള്ള ഡേറ്റ വേണമെങ്കിൽ ആദ്യമേ ക്യാഷ് മെമ്മറിയിൽ നോക്കും. ക്യാഷ് മെമ്മറിയിൽ ഇല്ലെങ്കിൽ മാത്രമേ ഇത് എവിടെ പോയി നോക്കത്തുള്ളൂ, പ്രൈമറി മെമ്മറിയിൽ നോക്കത്തുള്ളൂ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ CPUവിൻ്റെ ഡേറ്റയെ ആക്സസ് ചെയ്യാനുള്ള ആവറേജ് ആക്സസ് ടൈം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്, ക്യാഷ് മെമ്മറി യൂസ് ചെയ്യുന്നത്. പിന്നെ എന്താണ്, നമ്മുടെ CPUമായിട്ട് എക്സ്റ്റേണലി കണക്ട് ചെയ്തിരിക്കുന്നതാണ് എന്ത്, സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ്. സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിൽ ഏതൊക്കെ വരും, ഹാർഡ് ഡിസ്ക് വരും, CD, USB വഴി പെൻ ഡ്രൈവ്, ഇതെല്ലാം സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസിൽ വരും. അതുപോലെ തന്നെ നമ്മുടെ CPUവിലെ സിസ്റ്റം യൂണിറ്റിനകത്ത് തന്നെ ഒരു എന്തുണ്ട്, ഹാർഡ് ഡിസ്ക് ഉണ്ട് നമുക്ക് ഡേറ്റാസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് മെമ്മറി യൂണിറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് സ്പീഡിൽ പോയിട്ടുണ്ട്. ഏതെങ്കിലും പാർട്ട് മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക, അല്ലെങ്കിൽ റിപ്പീറ്റായിട്ട് കേട്ട് പഠിക്കുക. ക്ലാസ്സിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്